എല്ലാം അറിഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ വേദനയുടെ ഭാരം താൻ കാരണം ഇനിയും കൂടരുതെന്ന് കരുതിയവൻ അച്ഛൻ്റെ കൈ തൻ്റെ തോളിൽ നിന്നും അടർത്തി മാറ്റി സ്വന്തം കൈക്കുമ്പിളിലേക്ക് കൂട്ടിപ്പിടിച്ചു നിന്നു. അച്ഛൻ്റെ ജീവന് ഒരാപത്തും സംഭവിക്കരുതെന്ന് മാത്രമേ ഞാൻ അന്നേരം കരുതിയിരുന്നുള്ളൂ. അതിനപ്പുറം ആഴത്തിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. മാധവേട്ടൻ എന്ന മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണ് ആ വർക്ക്ഷോപ്പ്. ആ സമ്പാദ്യം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു പുണ്യം ആ മനുഷ്യന് വേണ്ടി എനിക്കും ചെയ്യാനില്ല അച്ഛാ. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തി കളയണമെന്ന് കരുതി പണയം വെച്ചതല്ല. തിരിച്ചെടുക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ മനസ്സുകൊണ്ട് 1000 വട്ടം മാധവേട്ടനോട് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇതിപ്പോൾ തിരിച്ച് വീണ്ടും എൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്നപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിലുപരി നിങ്ങളോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ആ കൈകൾ അവൻ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും സ്നേഹത്തോടെ അയാൾ അവനെ കെട്ടിപ്പുണർന്നു കഴിഞ്ഞിരുന്നു. വാത്സല്യത്തിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്ന ആലിംഗനത്തിൽ മതി മറന്നുകൊണ്ട് അന്നേരം അവനും അച്ഛൻ്റെ നെഞ്ചിലേക്ക് പറ്റിക്കിടന്നു. അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹപ്രകടനങ്ങൾ കൺകുളിർക്കെ കണ്ടു നിൽക്കുന്ന കൂട്ടത്തിൽ വേദയും ഇമ വെട്ടാതെ ആ നോട്ടം നോക്കുന്നത് കണ്ട് അവളെ നോക്കിയെന്ന് അവനും കണ്ണുറുക്കിയെന്ന് പുഞ്ചിരിച്ചു കാട്ടി. ഹാവൂ, ഇങ്ങനെ ഒരു കാഴ്ച കണ്ണു നിറയെ കാണണമെന്ന് ആഗ്രഹിച്ചു തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. ഏതായാലും ഞാൻ വന്നത് വളരെ കൃത്യസമയത്ത് തന്നെയായി അല്ലേടാ വിശ്വ? ഒരു പുഞ്ചിരിയോടെ പറഞ്ഞെടുത്തുകൊണ്ട് മേനോൻ വക്കീൽ അവിടേക്ക് വന്നു കയറിയപ്പോഴാണ് വിശ്വം അയാളെ കണ്ട സന്തോഷത്തിൽ തിരിച്ചു വന്ന് പുഞ്ചിരിച്ചത്. കേറി വാടോ മേനോനെ എന്നൊരു നീട്ടിയ വിളിയിൽ തന്നെ അയാൾ അവിടേക്ക് ചെന്ന് കയറി സെറ്റിയിലിരുന്ന് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, തൻ്റെ മകൻ അനന്ത് ചെയ്യുന്ന ഏത് കാര്യത്തിന് പിറകിലും ഒരു ന്യായം ഒളിഞ്ഞു കിടപ്പുണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് ഒരു മുദ്രപത്രം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ ഞാൻ അന്ന് തന്നെ അനുവദിക്കാതിരുന്നത്. ഇപ്പോഴെങ്കിലും അച്ഛനായ തനിക്ക് ഇതൊക്കെയൊന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോടോ. തമാശ രൂപേണ അയാൾ ആ കാര്യം പറഞ്ഞു തീർത്തതും ഒരു കൂട്ട പൊട്ടിച്ചിരി അവിടെ ആകെ ഉയർന്നു കേൾക്കുകയായിരുന്നു. ആ സന്തോഷത്തിനിടയിലേക്കാണ് പെട്ടെന്ന് സുധാകരനും കൂടി വന്നെടുത്തത്. എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു കണ്ട സന്തോഷം അയാളിലും സമാധാനം ഉണ്ടാക്കിയെങ്കിലും പുറമെ അത് പ്രകടിപ്പിക്കാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു ആ മനസ്സ്. അമ്മാവനും വന്നിരുന്നാട്ടെ എന്ന് അച്ചു പറയുക കൂടി ചെയ്തെങ്കിലും സുധാകരൻ്റെ മനസ്സ് എവിടെയും ഇരിപ്പുറയ്ക്കാത്തത് പോലെയായിരുന്നു. എങ്കിലും അവരെയെല്ലാം ബോധിപ്പിക്കാനായി അയാൾ അവിടെ ഒന്നിരുന്നു കൊടുത്തു. അല്ല, എവിടെ വനജയും മോളും? സാധാരണ അവരുടെ പിറകെയാണ് തന്നെ കാണാറുള്ളത്. എന്നാൽ ഇന്ന് പതിവിലും വ്യത്യസ്തമാണല്ലോ സുധാകര. മേനോന്റെ തമാശ കലർന്ന സ്വരത്തിന് മറുപടി പറയാനാകാതെയാണ് സുധാകരൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയത്. ശരിയാ, വിശ്വേട്ടൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും വനജയും ഭദ്രയും ഇവിടേക്കൊന്നും കണ്ടതേ ഇല്ലല്ലോ സുധാകര. എന്തു പറ്റി അവർക്ക്? ഇനി വിശ്വേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റെന്തേലും തിരക്കുണ്ടായി പോയോ? പരിഹാസത്തിനൊപ്പം അർത്ഥം വെച്ചുകൊണ്ടുള്ള രേണുവിൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം മൗനം പാലിക്കാനേ സുധാകരന് സാധിച്ചുള്ളൂ. എന്നാൽ ആ മൗനം എല്ലാവരെയും വീർപ്പ് മുട്ടിക്കുകയാണെന്ന് തോന്നിയതോടെ അയാളും പിന്നീട് സംസാരിച്ചു തുടങ്ങി. വനജയെ തനിച്ച് പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൾക്കൊപ്പം ഭദ്രയ്ക്ക് കൂട്ടിരിക്കേണ്ട സാഹചര്യവുമായി തീർന്നിരിക്കുന്നു. സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ പലതും പുലമ്പിക്കൊണ്ട് നടക്കുന്ന എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെയാടോ വിശ്വ പുറത്തേക്ക് വിടുക? സ്വബോധം നഷ്ടപ്പെടേ? കണ്ണുകളിൽ ആശ്ചര്യം പ്രകടമാക്കിക്കൊണ്ട് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെ, വിശ്വം ഹോസ്പിറ്റലിലായതിനു ശേഷമാണ് വനജയുടെ അവസ്ഥയും വളരെ മോശമായത്. പരസ്പര ബന്ധമില്ലാതെ പലതും വിളിച്ചു പറയും, വയലൻ്റായി മറ്റുള്ളവരുടെ നേരെ കയർത്തു വരികയൊക്കെ ചെയ്യുന്ന ഒരു തരം മാനസികാവസ്ഥയിലാണ് അവളിപ്പോൾ. ആരോട് എന്തു പറയണമെന്നൊന്നും അവൾക്കിപ്പോൾ തീരെ അറിയില്ല. സഹിക്കാൻ കഴിയാത്ത വേദനകളുടെ ഷോക്കിൽ നിന്നും ഉണ്ടായതാണത്രേ ഇങ്ങനൊരു പ്രശ്നമെന്നാ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരവസ്ഥയിൽ അവളെ ഇങ്ങനെ നിർത്തുന്നതും ശരിയാവില്ലെന്ന് തോന്നി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു വിശ്വ. മാറി താമസിക്കേ? അച്ചു ആനന്ദും ഒരേ സ്ഥലത്തെ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. അതെ അതെ അച്ചു, നാട്ടിൽ എൻ്റെ പേരിൽ എനിക്കൊരു വീടുണ്ട്. അവിടെയാണെങ്കിൽ അമ്മയും സഹോദരങ്ങളൊക്കെ എൻ്റെ ചുറ്റിനുണ്ട് താനും. കൂടാതെ ഇങ്ങനെയുള്ളവരെയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന
ഒരു ഫ്രണ്ട് കൂടിയുണ്ട് എനിക്കവിടെ. അവനോട് ഞാൻ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനാണ് അവൻ്റെ അഭിപ്രായം. വനജയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇനിയും അത് വൈകിപ്പിക്കരുതെന്ന് കരുതി. ഇതാ വീടിൻ്റെ ചാവി. രേണുവിന് നേരെ ചാവി നീട്ടിപ്പിടിച്ചുകൊണ്ട് സുധാകരൻ അത് പറയുമ്പോൾ കേട്ടതൊന്നും വിശ്വസിക്കാനാവാത്ത ഭാവത്തിലാണ് അവരും വിഷുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത്. താനീ പറയുന്നതൊക്കെ കാര്യത്തിലാണോ സുധാകര? വലിയ സംശയത്തോടെയാണെങ്കിലും എല്ലാം ഉൾക്കൊണ്ട ഭാവത്തിലാണ് വിശ്വംഭരൻ അത് ചോദിച്ചത്. ഞാനീ പറഞ്ഞതൊക്കെ കാര്യത്തിൽ തന്നെയാ. അതുകൊണ്ടാ ഈ ചാവിയുമായി ഞാൻ നേരിട്ട് ഇവിടേക്ക് വന്നത്. ഈ വീട് നിങ്ങൾക്കിനി വിൽക്കേ വാടകയ്ക്ക് കൊടുക്കേ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാൻ വിശ്വ. കാരണം ഇനി ഈ വീട്ടിലേക്കൊരു തിരിച്ചുവരവ് ഞങ്ങൾക്കുണ്ടായിരിക്കില്ല. മനസ്സിൽ ഉറപ്പിച്ചെടുത്ത തീരുമാനം എല്ലാവരെയും അറിയിച്ചു എന്ന ആശ്വാസത്തോടെ ആ ചാവി അയാൾ രേണുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നത് നോക്കി എല്ലാവരും ഒരു നിമിഷം നിശ്ചലമാവുകയായിരുന്നു. അപ്പോഴേക്കും വനജയെ മുറുക്കി പിടിച്ചുകൊണ്ട് ബാഗും സാധനങ്ങളുമായി ഭദ്രയും പുറത്തേക്ക് ഇറങ്ങി വന്നു. സുധാകരനെയും കുടുംബത്തെയും യാത്രയാക്കാനായി എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശ്വവും അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് നിന്നു. ഉറക്കെ പൊട്ടിച്ചിരിച്ചും കരഞ്ഞും കൊച്ചുകുട്ടികളെപ്പോലെ നിൽക്കുന്ന വനജയെ അന്നേരമാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ആരെയും നോക്കാതെ ആരോടും ഒന്നും സംസാരിക്കാതെ കൈകൊട്ടിയും കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്ന അമ്മയെ നോക്കി കണ്ണീരുതിർക്കുകയായിരുന്നു ഭദ്രയും അന്നേരം. ആരുടെയും മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു അവളും. വിശ്വനൊഴികെ ബാക്കിയുള്ളവരെല്ലാം കാണുന്നതും കേൾക്കുന്നതും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇത്രയും നേരം ഒന്നും അറിയാതെ താനും എന്തൊക്കെയോ പറഞ്ഞു പോയെന്ന കുറ്റബോധത്താൽ ഒരു നിമിഷം രേണുവിൻ്റെ മനസ്സും ആകിയെന്ന് വല്ലാണ്ടായി. സ്നേഹത്തോടെ അവർ പെട്ടെന്ന് വനജയുടെ അടുത്തേക്കൊന്ന് ഓടിച്ചെന്ന് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കുമാണ് കണ്ണ് തുറപ്പിച്ചുകൊണ്ട് തൻ്റെ നേരെ കടിച്ചു കയറാൻ നിൽക്കുന്ന വനജയുടെ പേടിപ്പെടുത്തുന്ന രൂപം രേണുവിനെ പിറകിലേക്ക് തന്നെ വലിച്ചു നിർത്തിയത്. അപ്പോഴേക്കും അച്ചുവും അനന്തും കൂടി അമ്മയെ സംരക്ഷിക്കാനായി പിറകെ എത്തിയ പാടെ ഭദ്രയും അമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് വേഗം കാറിനകത്തേക്ക് കയറ്റിയിരുത്തി. ഡോറ് വേഗം ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഗ്ലാസ്സിൽ ഉറക്കെ തട്ടി വിളിച്ചുകൊണ്ട് ബഹളം വയ്ക്കുന്ന അമ്മയെ നോക്കി വിങ്ങിപ്പൊട്ടുന്ന വേദനയോടെ അവൾ ഒരു നിമിഷം സങ്കടം സഹിക്കാനാവാതെ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് തേങ്ങിക്കരയാൻ തുടങ്ങിയപ്പോൾ അതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി രേണുവിനും ഉണ്ടായിരുന്നില്ല. ഭദ്രമോളെ എന്നൊരു വിളിയിൽ തന്നെ മുഖത്തു നിന്നും കൈയടർത്തി മാറ്റിക്കൊണ്ടവൾ ആ സ്നേഹത്തിനായി കാത്തു നിന്നതുപോലെ രേണുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചുറക്കി തേങ്ങിക്കരയാൻ തുടങ്ങി. എല്ലാം കണ്ടും കേട്ടും ഒരു ഷോക്കായ അവസ്ഥയിൽ തന്നെയായിരുന്നു രേണുവും അന്നേരം. എങ്കിലും തൻ്റെ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് കരയുന്ന ഭദ്രയുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനാവാതെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് രേണു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ചെയ്തു കൂട്ടിയതും ചിന്തിച്ചു കൂട്ടിയതുമായ പാപങ്ങളെല്ലാം ആ നെഞ്ചിൽ കിടന്നുകൊണ്ടവൾ കണ്ണീരോടെ കഴുകിക്കളയുകയാണെന്ന് അവൾക്കും തോന്നിപ്പോയി. കുറച്ച് നിമിഷങ്ങൾക്കകം സുധാകരൻ പെട്ടിയും ബാഗും എല്ലാം കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലെല്ലാം മതിയാക്കി ഒരു യാത്ര പറയാനെന്നോണം അവൾ ആദ്യം ചെന്നത് ഉമ്മർത്ത് തനിച്ച് നിൽക്കുന്ന തൻ്റെ അമ്മാവൻ്റെ അടുത്തേക്കായിരുന്നു. ആ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ മുഖം താഴ്ത്തി പിടിച്ച് നിൽക്കുന്നവളെ അയാളും ക്ഷമയോടെയാണ് ഒന്ന് നോക്കിയത്. എനിക്ക് മാപ്പ് തരണമെന്ന് പറയാൻ പോലും യോഗ്യതയില്ലെന്ന് അറിയാം. എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അമ്മാവനോട്. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാമുള്ള ശിക്ഷയാണ് ഞാനും എൻ്റെ അമ്മയും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അതിലെനിക്ക് ഈശ്വരന്മാരോട് പോലും പരാതി പറയാനില്ല. എല്ലാം സ്വയം വരുത്തി വെച്ചതെന്ന് ഓർത്ത് സമാധാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൽകിയ സ്നേഹത്തിന് പകരമായി അമ്മാവന് ഞാൻ വേദനകൾ മാത്രമാണ് സമ്മാനിച്ചത്. വെറുക്കരുതെന്ന് അപേക്ഷിക്കാൻ പോലും കഴിയാത്ത അത്രയും പാപിയായി പോയല്ലോ എന്നോർത്ത് ഓരോ നിമിഷവും വേദനിക്കുകയാണ് ഞാനിന്ന്. ഞങ്ങളോട് പൊറുക്കണേ അമ്മാവാ. നിറകണ്ണുകളോടെ അയാൾക്ക് മുൻപിൽ അവൾ കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വിശ്വനും അവളെ ഒന്ന് നോക്കി. പശ്ചാത്താപത്തോളം വലിയ പ്രായശ്ചിത്തം ഒന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശത്രുത വെച്ച് പുലർത്തുന്നവരോട് പോലും കാരുണ്യവും സ്നേഹവും കാണിക്കണമെന്നാണ് എൻ്റെ മകൻ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പറയാണെന്ന് കൂട്ടിയാൽ മതി. ഇനിയെങ്കിലും നല്ല ചിന്തയോടെ ജീവിച്ചു ശീലിക്കാൻ ശ്രമിക്കണം.
നിന്റെ അച്ഛൻ സുധാകരൻ്റെ വാക്കുകളെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നിനക്കെന്ന് നല്ലതേ വരൂ. ചെല്ല്. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അയാളത് പറയവേ കൂപ്പുകൈകളോടെ തന്നെ അവൾ അയാൾക്ക് മുമ്പിൽ നിന്ന് തലയാട്ടി കൊടുത്തു. പിന്നെ മറ്റൊന്നും പറയാൻ ശ്രമിക്കാതെ അവൾ അവിടെ നിന്നും നേരെ തിരിഞ്ഞത് അനന്തുവിൻ്റെയും വേദയുടെയും അടുത്തേക്കായിരുന്നു. ഭദ്ര വരുന്നത് തങ്ങളെ ലക്ഷ്യമാക്കിയാണെന്ന് തിരിച്ചറിഞ്ഞതും അനന്തു ഒരൽപ്പം കരുതലോടെയാണ് വേദയുടെ കൈകളൊന്ന് മുറുക്കി പിടിച്ചത്. ആത്മാർത്ഥമായൊരു പുഞ്ചിരി നൽകാൻ ശ്രമിച്ചുകൊണ്ട് ഭദ്ര അവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് ആശയക്കുഴപ്പത്തിൽ തന്നെയായിരുന്നു. എങ്കിലും വേദ ഭദ്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. എന്നെ കാണുന്നത് പോലും അനന്തുവേട്ടനിപ്പോൾ വെറുപ്പാണെന്നറിയാം. ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നത്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ വാശിയിലായിരുന്നു അന്ന് ഞാൻ. ഏറ്റവും ശരിയും ഏതെന്ന് തിരിച്ചറിയാൻ പോലുള്ള ക്ഷമ ഞാൻ കാണിച്ചിരുന്നില്ലെന്നാണ് സത്യം. ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതൊക്കെ കൈക്കൊമ്പിലേക്ക് എത്തിയിട്ടിയ ശീലമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അനന്തുവേട്ടൻ്റെ സ്നേഹവും അതുപോലെ വാശി പിടിച്ച് നേടിയെടുക്കാമെന്ന് ഞാനും മോഹിച്ചു പോയി. ഇനി അതൊന്നും ഓർമ്മിച്ച് നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. എങ്കിലും എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞെന്നേയുള്ളൂ. പോവുക ഞാൻ. ഇനി ഈ ഭദ്രയുടെ ശല്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. കണ്ണ് തുടച്ചുകൊണ്ട് അവളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അനന്ത് അവളെ ഒന്ന് വിളിച്ചു നിർത്തിയത്. ഭദ്രേ. കലങ്ങിയ കണ്ണുകളോടെ അവൾ പെട്ടെന്ന് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മയുടെ അസുഖമാണ് നിന്റെ ഈ മനംമാറ്റത്തിന് പിന്നിലെ കാരണമെങ്കിൽ ചില തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നല്ലതിനാകുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഞാനും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. അതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. എവിടെയായാലും നല്ല മനസ്സോടെ ജീവിക്കാൻ ഇനിയെങ്കിലും നീ ശ്രമിക്കണം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. അവൻ്റെ സംസാരത്തിൽ ആശ്വാസം കൊണ്ടതുപോലെയാണ് അവൾ അവനോട് ഒന്ന് പുഞ്ചിരിച്ചത്. പിന്നെ ബാക്കിയുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് അവളും അമ്മയ്ക്കൊപ്പം കാറിനകത്തേക്ക് തന്നെ കയറിയിരുന്നു. അപ്പോഴേക്കും എല്ലാവരും അവരെ യാത്രയാക്കാൻ എന്ന മട്ടിൽ കാറിനടുത്തേക്ക് ചെന്ന് നിന്ന സമയത്താണ് സുധാകരനും യാത്ര പറയാനായി വിശ്വൻ്റെ അടുത്തേക്ക് ചെന്നത്. അയാളുടെ ആ വരവ് വിശ്വവും പ്രതീക്ഷിച്ചിരുന്നതാണ്. തൻ്റെ തൊട്ടു മുൻപേ സുധാകരൻ എത്തിയിട്ട് പോലും സൗമ്യമായ ആ പുഞ്ചിരിയോടെ തന്നെയാണ് വിശ്വവും അയാളെ സ്വീകരിച്ചത്. തൻ്റെ ഈ പുഞ്ചിരിയിൽ 1000 അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് വിശ്വ. നന്ദി പറഞ്ഞാൽ തീരില്ലെന്ന് എനിക്കറിയാം. എങ്കിലും താൻ എൻ്റെ വഞ്ചിയോടും മകളോടും ക്ഷമിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതി വരില്ല. ഒരു വലിയ പൊട്ടിത്തെറിയും വേർപാടുമായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം എന്നെ ഭയപ്പെടുത്തിയിരുന്നത്. എന്നാൽ തൻ്റെ ഈ നിശബ്ദത കാരണം ഒഴിഞ്ഞു പോയത് ഒരു വലിയ ആപത്ത് തന്നെയാണ് വിശ്വ. ഇരു കുടുംബങ്ങളുടെയും നിലനിൽപ്പ് പോലും തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളായിരുന്നു വനജയും ഭദ്രയൊക്കെ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയിരുന്നത്. എല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സും ആകെ തകർന്നു പോയിരുന്നു. ഒരുപക്ഷെ തിരുത്തേണ്ട സമയത്ത് അവരെ ഞാൻ തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് പോലും അറിയാതെ ഞാൻ ആശിച്ചുപോയി. ഇനി സംഭവിച്ചതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. തന്നോട് ചെയ്ത ചതിക്കും ക്രൂരതയ്ക്കും ഫലമായി വനജ ഇന്ന് അനുഭവിക്കുന്ന ശിക്ഷ വലുതാണോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും സംഭവിച്ചു പോയതിനെല്ലാം ഞാൻ തന്നോട് 1000 വട്ടം മാപ്പ് ചോദിക്കുക വിശ്വ. പൊറുക്കണേടാ എന്നോട്. വിതുമ്പൽ അടക്കി പിടിച്ചുകൊണ്ട് സുധാകരൻ അങ്ങനെയൊക്കെ പറഞ്ഞു തീർത്തപ്പോഴേക്കും കണ്ടു നിൽക്കാൻ അയാളുടെ മനസ്സിനും കരുത്തുണ്ടായിരുന്നില്ല. എന്താ ഇത് സുധാകര, കണ്ണു തുടക്കി. കുട്ടികളൊക്കെ കണ്ടാൽ എന്താടോ വിചാരിക്കുക? ഈ ഹൃദയം പുതിയതാണെന്ന് കരുതി ഇത്രയും കനമുള്ള വാക്കുകളൊന്നും പറഞ്ഞ് നീ എന്നെ കൂടി ധർമ്മസങ്കടത്തിലാക്കരുത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവർക്കാർക്കും യാതൊരു സംശയവും കൊടുക്കാതെയാണ് ഞാൻ എല്ലാം എൻ്റെ ഹൃദയത്തെ തന്നെ അവസാനിപ്പിച്ചു തീർത്തത്. തിരിച്ച് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഞാനും അവളും തമ്മിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളത്? അതുകൊണ്ട് എല്ലാം ഇതോടെ തീരട്ടെ. വാശിയും ദേഷ്യവും എല്ലാം ഇതോടെ അവസാനിക്കട്ടെ. എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് വനജയ്ക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായതെന്ന് അവരെല്ലാം വിശ്വസിച്ചുകൊള്ളും. ഒരു കണക്കിന് അത് തന്നെയാണോ നല്ലത്? എൻ്റെ വെറുപ്പും വാശിയൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സുധാകര. ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കൂടെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.
ആ സന്തോഷത്തിനിടയിൽ സ്വന്തം അമ്മായിയെ ഒരു ശത്രുവായി കണക്കാക്കാൻ ഞാൻ എൻ്റെ മക്കളെ വിട്ടുകൊടുക്കുന്നില്ല സുധാകര. അതുകൊണ്ട് താൻ ഒന്നും ഓർത്തിനി വിഷമിക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും തനിക്ക് ഞങ്ങളെ വിളിക്കാം. ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരികയും ചെയ്യാം. വലിയൊരു ഭാരം തൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയ ആശ്വാസത്തോടെ സുധാകരൻ സ്നേഹത്തോടെ അയാളെ ഒന്ന് കെട്ടിപ്പുണർന്നുകൊണ്ട് പുഞ്ചിരിച്ചു. അതിനുശേഷം യാത്ര പറഞ്ഞുകൊണ്ട് അയാളും കാറിൽ കയറി ഡോറടച്ചു. എല്ലാവർക്കും നേരെ കൈവീശിക്കൊണ്ട് ആ വാഹനം അവിടെ നിന്നും കടന്നു പോകുമ്പോൾ കണ്ടു നിന്നവരുടെ എല്ലാം മുഖത്ത് നേരിയൊരു വിഷമം പ്രകടമായിരുന്നു. അന്നേരം എല്ലാവർക്കും പിറകിൽ നിൽക്കുന്ന അനന്തു തൻ്റെ പെണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്ന സന്തോഷത്തോടെയാണ് ആ തിളക്കമുള്ള വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു കാട്ടിയത്.